മഴ ദുരിതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കോട്ടയവും. അയർക്കുന്നത്ത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. പാല ഉൾപ്പെടെയുള്ള മേഖലകൾ വെള്ളക്കെട്ടിൽ മുങ്ങി. അതിശക്തമായ മഴയായിരുന്നു ഇന്ന് പുലർച്ചെ വരെ കോട്ടയം ജില്ലയിൽ അനുഭവപ്പെട്ടത്. എന്നാൽ രാവിലെ 6 മണിക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞു. നിലവിൽ ജില്ലയിൽ ഏറ്റവും ദുരിതമായി മാറിയിരിക്കുന്നത് നഗരമേഖലകളിലെയും പടിഞ്ഞാറൻ മേഖലകളിലെയും വെള്ളക്കെട്ടാണ്. പ്രത്യേകിച്ച് തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായി മാറിക്കഴിഞ്ഞു. അവിടെ കുടുങ്ങിപ്പോയതാണ്. അതെ, ഇല്ല, എല്ലാവരും പോകുന്നു. ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതെ, വെള്ളം കയറി 2018 പ്രളയത്തിനെക്കാട്ടിലും വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ. സാധാരണ ഈ വഴി പൊങ്ങിയതിന് ശേഷം ഇത്രയും വെള്ളം വന്നിട്ടുള്ളതല്ല. പണ്ടൊക്കെ വെള്ളം കയറുക എന്ന് പറഞ്ഞാലും പറമ്പിലൊക്കെ വന്ന് പോകത്തുണ്ടായിരുന്നുള്ളൂ. ഇവിടം വരെ വെള്ളം വരാണ്. പക്ഷെ ഇപ്പൊ അതും കഴിഞ്ഞ് വന്നോണ്ടിരിക്കുക. ഇനി ആരെയും കുടുങ്ങി കിടപ്പുണ്ടോ അവിടെ? ഇനി ഉണ്ടോന്ന് അറിയാൻ മേലാണ്. അവിടെ ആ ഭാഗത്തായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഇടവഴിയിലൊക്കെ ഒത്തിരി വീട്ടിൽ ആൾക്കാർ സ്ട്രക്കായി കിടപ്പുണ്ട്. പക്ഷേ NDRFന്റെ സംഘം എല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ മഴ ഒരു തടസ്സമാണ് എല്ലാത്തിനും. 18 ഏകദേശം ഇതിലും കുറച്ചുകൂടെ വെള്ളം വന്നിട്ടുള്ളൂ. 19 ശേഷം ആദ്യമായിട്ട് ഇത്രയും വെള്ളം വരുന്നത്. ഞങ്ങളെല്ലാം വീടുകളിൽ സഹായിച്ച് എല്ലാ സാധനങ്ങളെല്ലാം മുക്കി വെച്ച് നിൽക്കുക. എല്ലാ വീടുകളിലും കയറി നമുക്ക് സഹായമുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറി. നമുക്ക് താന്ന് പറയാം, എല്ലാ വീടുകളിലും വെള്ളം കയറി. ഇതൊഴി പോകുന്ന സമയത്തൊന്നും വെള്ളം ഇല്ലായിരുന്നു. ഇപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ വെള്ളം വന്നു. കിഴക്കൻ വെള്ളത്തിന്റെ വരവിനൊപ്പം മഴ കൂടി ശക്തമായതാണ് കോട്ടയം നഗരമേഖലയിൽ ഇത്രത്തോളം ദുരിതമുണ്ടാക്കാൻ കാരണം. എന്തായാലും മീനച്ചിലാറിന്റെ തീരത്ത് താമസിക്കുന്ന പലരെയും ഇതിനോടകം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമ്മ, ഉള്ള വെള്ളം കയറിയല്ലേ? വീട്ടിൽ വെള്ളം കയറി. ഇന്നലെ 4:30 വെള്ളം കയറിയതാണ്. ഇത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പൊക്കിയൊക്കെ വെച്ചു മണയാതെ. ഇനി ഞങ്ങൾ വെടിയാണ്, ക്യാമ്പിലാണ്. പിന്നെ ബ്ലോക്കിൽ നിന്ന് പണിത ക്യാമ്പാണ്. അവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇപ്പം ഇന്നലെ വൈകിട്ടോട്ട് കയറിയതാണ്. ക്യാമ്പിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ക്യാമ്പിൽ ബാത്റൂം ഒന്നുമില്ല. അത് നമ്മൾ വേറെ എവിടെയെങ്കിലും കര ഉള്ള സ്ഥലത്ത് പോകേണ്ടി വരും. വെച്ചാൽ അത് പെട്ടെന്ന് പണിതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂമിൻ്റെ ഇല്ല, കിണറും ഇല്ല. 2018 ഇത്ര വെള്ളം കയറിയതാണ്. 2018 ഇത്രയും കയറിയില്ല. ശകലം കൂടെ ആകുമ്പോൾ 2018 വെള്ളം ആവും. മഴയുമായി ബന്ധപ്പെട്ട് ഒരു മരണവും കോട്ടയം ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളക്കെട്ടിൽ വീണ് അയർക്കുന്ന സ്വദേശിയായിട്ടുള്ള ജിൻഡോ മാത്യു ആണ് മരിച്ചത്. എന്തായാലും നിലവിൽ തെളിഞ്ഞ ആകാശമാണ്. മഴ ഇങ്ങനെ പെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഈ വെള്ളം ഒഴുകിപ്പോകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരൊക്കെ തന്നെ ഉള്ളത്. കോട്ടയത്ത് നിന്ന് ജബിൻ തേക്കരിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.